അവന്റെ, അവളുടെ, അവരുടെ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഹു, ഹ, ഹും. അതുപോലെ തന്നെ ക, കി, കും, ഈ, ന, ഡാൻസിങ് വേർഡ്. ഉം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിലാണെങ്കിലും, പാസ്റ്റിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ, റൂഹ് എന്ന് പറഞ്ഞാൽ പോയി അല്ലെങ്കിൽ പോവുക. അപ്പൊ ഞാൻ പോയി, ഉം. റൊഹ്തു. ഞാൻ കണ്ടു, ഷുഫ്തു. താത്തു ടെക്നിക്, ജസ്റ്റ് അത് വോയിസ് കേട്ടിരുന്നോ താത്തു ടെക്നിക്കിന്റെ? ആ, കേട്ടിരുന്നു. ആ, അതില് താത്തു, തു എന്ന് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കാര്യമായിരിക്കും തു. ഉം. റൊഹ്തു, ഞാൻ പോയി. ഷുഫ്തു, ഞാൻ കണ്ടു. അതുപോലെ തന്നെയാണ്. അപ്പൊ ഷുഫ്തുഹു, ഞാൻ അവനെ കണ്ടു. മാ ഉം. ഉം. ഷുഫ്തുഹു, ഞാൻ അവനെ കണ്ടില്ല. അപ്പൊ ഇവിടൊക്കെ വരുന്നത് ഡാൻസിങ് വേർഡാണ്. ഞാൻ ഇന്നെ കണ്ടു, അന ഷുഫ്തക്. അന ഷുഫ്തക്, ഞാൻ ഇന്നെ കണ്ടു. ഞാൻ ഇന്നെ കണ്ടില്ല, അന മാ ഷുഫ്തക് കംസ്. ഞാൻ ഇന്നലെ നിന്നെ കണ്ടില്ല. അവിടെ ഡാൻസിങ് വേർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഹഗ്ഗുഹു, അവന്റേത്. ഹഗ്ഗക്, നിന്റേത്. ഹഗ്ഗി, എന്റേത്. ഹഗ്ഗന, നമ്മുടേത്. നിങ്ങൾ ഖത്തറിലാണോ? അല്ലല്ല, യു എയില്. യു എ. യു എയിൽ അധികം ഹഗ് ആയിരിക്കും ഉപയോഗിക്കാൻ തോന്നുന്നത്. യു എയിൽ ചില ഉം. ഭാഗത്ത് മലാന, മലിൻത, ഞാൻ പറഞ്ഞു തന്നില്ലായിരുന്നോ? ഒരു ആ. ഖത്തറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മൽഹു, മലിൻത, മലന. യു എയിൽ ചില ഉം. ഭാഗങ്ങൾക്ക്. നിങ്ങൾ റാസൽ ഖൈമേ? ആ, സമയം. ആ, അവിടെ എന്താന്ന് അറിയില്ല യൂസ് ചെയ്യുന്നത്. ഒരു ചില ഭാഗത്ത് യു എയിൽ ഇത് ഉപയോഗിക്കുന്നത് ഹഗ്ഗാണ് പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്നത്. ഇത് നിന്റെ, അത് ഉം. നിന്റേതാണെന്ന് ചോദിക്കാൻ വേണ്ടി ഹദ ഹഗ്, അത് ഇതിൻ്റെതാണ്. ഹദ ഹഗ്ഗി, ഹദ ഹഗ്ഗി, ഇത് എന്റേതാണ്. ഇത് അവന്റേതാണ്. ഹദ ഹഗ്ഗുഹു. ഇത് മാത്രം. ഹഗ്ഗുഹു, ഹഗ്ഗക്, ഹഗ്ഗി. അത് ഓക്കെ ആണോ? ആ. ആ. ആ, ഉദാഹരണത്തിന് ഉദാഹരണം നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അത് എന്നുള്ളതിന് എന്താ പറയാം? അതാ. ആ, ഹാദ. ഇത് അല്ലേ. അപ്പം അത് നിന്റെ മൊബൈലാണോ എന്നെങ്ങനെ ചോദിക്കാം? അതാ ഹഗ്ഗക് മൊബൈൽ. അല്ല അല്ല, മൊബൈലിന് ജവ്വാൽ എന്ന് പറയാം. ആദ്യം ഹാദ ജവ്വാൽ ഹഗ്ഗ്. ഹഗ്ഗ് എന്നുള്ളത് ലാസ്റ്റ് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കി, ഉം. അത് നിന്റെ മൊബൈലാണോ? അതാ ജവാൽ ഹഗ്ഗക്. ആ, ഹാദ ജവ്വാൽ ഹഗ്ഗക്, ഹാദ ജവ്വാൽ ഹഗ്ഗക്. മൊബൈലിന് ജവ്വാൽ എന്നാണ്. മൊബൈൽ ജവ്വാൽ. അതിന്റെ മൊബൈൽ. ഹാദ ജവ്വാൽ ഹഗ്ഗക്, ഇത് നിന്റെ മൊബൈലാണോ? അല്ല, ഇത് എന്റെ മൊബൈൽ അല്ല ഉം. എന്നിങ്ങനെ പറയാം. രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്ന് പറഞ്ഞു നോക്കി. ഇത് മാ എന്റെ, ഹഗ്ഗക് ജവാൽ. അല്ല, ഇത് നിന്റെ മൊബൈലാണോ ചോദിച്ചു. ഹാദ ജവ്വാൽ ഹഗ്ഗക്, അല്ല, ഇത് എന്റെ മൊബൈൽ അല്ല. ഹാദ മൂ ജവ്വാൽ ഹഗ്ഗി. മൂ അല്ലെങ്കിൽ മൂഷ് എന്നുള്ളതാണ് അല്ല എന്ന് പറയാം. നോട്ട്, ഐ ആം നോട്ട്. ഇറ്റ് ഇസ് നോട്ട്, ഇറ്റ്സ് നോട്ട്, ഐ ആം നോട്ട്. വെറും നോ എന്നുള്ളതിന് ല എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. വെറും നോ. പക്ഷെ ഉം. അല്ല, ഐ ആം നോട്ട്, ഐ ആം, അന മൂ ദുക്തൂർ, ഞാൻ ഡോക്ടർ അല്ല. അന മൂ മുഹന്ദിസ്, ഞാൻ എഞ്ചിനീയർ അല്ല. അന മൂ മുദീർ, ഞാൻ മാനേജർ അല്ല. അതിന് മൂ അല്ലെങ്കിൽ മൂഷ ഉപയോഗിക്കണം, നോട്ട് എന്നുള്ളതിന്. അപ്പം ഹദ മൂ ജുവാൽ ഹഗ്ഗി, ഇത് എന്റെ മൊബൈൽ അല്ല. هذا مو جوال حقه, ഇത് അവന്റെ മൊബൈൽ അല്ല. അത് മൂ ഫുലൂസ് ഹക്കി, ഇത് എന്റെ പൈസയല്ല. ഫുലൂസ് എന്ന് പറഞ്ഞാൽ പൈസ. മാന്ന് തന്നെ പ്രയോഗം വരുന്നുണ്ടോ? ഏഹ്, മാ. മ എന്ന് ഉപയോഗിക്കല്, മ എന്നുള്ളതിന് നമ്മൾ പാസ്റ്റിലാ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ലേ, റൊഹ്തു, പോയി. ഞാൻ പോയില്ല, മാ റൊഹ്തു, മാ റൊഹ്തു. ഉം. ഞാൻ കണ്ടു, ഷുഫ്ത്. ഞാൻ കണ്ടില്ല, മാ ഷുഫ്ത്. ഞാൻ കൊണ്ടുവന്നു, അന ജിബ്ത്. ഞാൻ കൊണ്ടുവന്നില്ല, അന മാ ജിബ്ത്. ഓക്കെ, നമ്മൾ അതിലേക്ക് വരാം. അതിനു മുമ്പായിട്ട് ഞാൻ ആ താത്തു ടെക്നിക്ക് ജസ്റ്റ് അയച്ചില്ലേ, അതൊന്ന് ഉം. ഒന്ന് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കി. ആദ്യത്തെ വേർബ് തന്നെ. ഈ 10 വേർബ്സ് എന്തായാലും ബൈ ഹാർട്ട് ആക്കണ്ട, മനപ്പാടാക്കണേ. ഒന്ന് പറഞ്ഞു നോക്കി. റുഹുത്ത്, റുഹുത്ത. അയ്യോ, അതിന്റെ മീനിങ് പറയണം കേട്ടോ. ആ. ആദ്യം റുഹുത്ത്. ഇങ്ങനെ പറയാം. റൂഹ്, പോവുക. റഹ്ത, നീ പോയി. റൊഹ്തു, ഞാൻ പോയി. എന്നിങ്ങനെ പറഞ്ഞു നോക്കി. റുഹുത്ത് പോവുക. ആ, റുഹുത്ത് ഞാൻ പോയി. റുഹുത്ത അവൻ, നീ പോയി. കറക്റ്റ്. ഓക്കെ. ഷുഫ് നോക്കുക. ഷുഫ് ഞാൻ നോക്കി. ഷുഫ്ത അവൻ നീ നോക്കി. ഓക്കെ, നീ ജീ നൽകുക. അല്ല, ജീ ഞാൻ കൊണ്ടുവരിക. നൽകി.
അല്ല, കൊണ്ടുവരിക. ജി കൊണ്ടുവരിക. കുറെ കൊണ്ടുവരിക. ആ ജി. ആ ജിപ് ജിപ് ഞാൻ കൊണ്ടുവന്നു. ആ ജിപ്ത നീ കൊണ്ടുവന്നു. ഓക്കെ. കുൽ പറഞ്ഞു. ആ കുൽ ഞാൻ പറഞ്ഞു. കുൽത്ത നീ പറഞ്ഞു. ആ അപ്പൊ നീ കല്ലം പറഞ്ഞു, നമ്മൾ ചോദ്യം കഴിക്കുക. ചോദിക്കുമ്പോ നീ പറഞ്ഞു, നീ മാനേജറോട് പറഞ്ഞു ഗൽത്ത മുദീർ, എന്ത് ഗുൽത്ത മുദീർ, എന്ത് ഗുൽത്ത മുദീർ, നീ മാനേജറോട് പറഞ്ഞു എന്ത് ഗുൽത്ത മുദീർ, നീ മാനേജറോട് പറഞ്ഞോ? ആ ഞാൻ മാനേജറോട് പറഞ്ഞിട്ടുണ്ട് അന ഗുൽത്ത മുദീർ. ഉണ്ടോ? എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കുന്ന സ്ട്രക്ചർ മനസ്സിലായോ? ഉം. ആ ഓ, ഉം. മനസ്സിലാവും. ടെൻഷൻ അടിക്കണ്ട. അടുത്ത് കെല്ലം. കല്ലം സംസാരിക്കുക. ആ കല്ലം ഞാൻ സംസാരിച്ചു. കല്ലം നീ നിങ്ങൾക്ക് സംസാരിച്ചു. നിങ്ങൾക്ക് എന്താ അസുഖം ഉണ്ടോ? അതൊരു ആക്റ്റീവ് കുറവുണ്ടല്ലോ. ഉണ്ടോ? മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ? ക്ലിയർ ആയില്ല പറഞ്ഞു. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല ഇല്ല കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലോ. അതൊരു ആക്റ്റീവ് കുറവ് ഇല്ല ചോദിച്ചതാണ്. ഇല്ല ഇല്ല. ഓക്കെ പറഞ്ഞോളൂ. ഇല്ല. കെല്ലം. ആ, കെല്ലം. ഷീൽ ആ എടുക്കുക. ആ കല്ലം സംസാരിച്ചു. കല്ലം ഞാൻ സംസാരിച്ചു. കല്ലം കല്ലംത നീ സംസാരിച്ചു. ആ ഷീൽ എടുക്കുക. ഷീൽ ഞാൻ എടുത്തു. ഷീൽത്ത നീ എടുത്തു. ആ വസ്വൽ എത്തി. വസ്വൽത്ത് നീ എത്തി. വസ്വൽത്ത നീ എത്തി. വസ്വൽത്ത് ഞാൻ എത്തി. ആത്തി നൽകുക. ആത്തി ഞാൻ നൽകി. ആത്തീത്ത നീ നൽകി. തഅക്കർ വൈകുക. തഅക്കർത്ത് ഞാൻ നൽകി. തഅക്കർത്ത നീ നൽകി. അല്ല, വൈകി അക്കൽ വൈകി വൈകി കഴിക്കുക. അക്കൽ വൈകി. ഞാൻ കഴി- തഅഖർ എന്നുള്ള ആ, വൈകി. എന്റെ വോയിസ് ക്ലിയർ ഉണ്ടോ? എന്തെങ്കിലും സ്റ്റക്ക് ആകുന്നുണ്ടോ? ഇടയ്ക്കൊരു മിസ്സിംഗ് ഉണ്ട്. ആ വെറുതെ അല്ലേ. ഓക്കെ. തഅഖർ എന്ന് പറഞ്ഞാൽ വൈകുക. തഅഖർതു ഞാൻ വൈകി. തഅഖർത നീ വൈകി. അടുത്തത് അക്കിൽ. അക്കൽ കഴിക്കുക. അക്കൽ ഞാൻ കഴിച്ചു. അക്കൽ നീ കഴിച്ചു. ഓക്കെ ഓക്കെ. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലായോ എന്താണ് താത്തു ടെക്നിക്ക്? പാസ്റ്റ് ആയിട്ടില്ല, 18ാമത്തെ ക്ലാസ് ആണ് പാസ്റ്റ് വരുന്നത്. എന്നാലും നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി തന്നതാണ്. ആ ഓക്കെ. അപ്പം റൂഹ് എന്ന് പറഞ്ഞാൽ പോയി. പോകാം. ഞാന് ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയി എന്നെങ്ങനെ പറയാം? ടു ടു എന്നുള്ളതിന് ഇല എന്നല്ല കേട്ടോ. ടു ഇല ഇല ടു. ഞാൻ അംസ് ഇന്നലെ അന ഏഹ് അംസ് അന റുഹത്ത് ഇലൽ മക്തബ്. കറക്റ്റ്. അംസ് അന റഹ്ത ഇലൽ മക്തബ്. അത് ഓക്കെ, സെറ്റ്. ഞാൻ ഇന്നലെ മാർക്കറ്റിലേക്ക് പോയി. മാർക്കറ്റിന് എന്താ പറയാ? സൂക്ക് നമ്മൾ സൂക്ക് എന്ന് പറയില്ലേ എപ്പോഴും? അതിന് മാർക്കറ്റാണ് സൂക്ക് എന്ന് പറഞ്ഞാൽ. അംസ് അംസ് അന റുഹത്ത് ഇലൽ സൂക്ക്. അംസ് അന റഹ്ത ഇലൽ സൂക്ക്. ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയില്ല. ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയില്ല. അംസ് അന മാ റുഹത്ത് ഇലൽ മക്തബ്. അയ്വ. അംസ് അന മാ റഹ്ത ഇലൽ മക്തബ്. അംസ് അന മാ റഹ്ത ഇലൽ മക്തബ്. ഞാൻ ഇന്നലെ ഓഫീസിലേക്ക് പോയില്ല. ഇനി ഇപ്പൊ ഓഫീസിലാണ് ഉള്ളത്. ഇനി ഇപ്പൊ ഓഫീസിലാണ് ഉള്ളത്. ഇപ്പൊ ഇന്ത സാക്കിൻ അൽഹിൻ ഫി മക്തബ്. സാക്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ താമസിക്കുന്നത് ഇപ്പൊ ഓഫീസിലാണോ? പക്ഷെ നീ ഇപ്പൊ ഓഫീസിലാണോ ഉള്ളത്? ഇപ്പോൾ എന്നുള്ളതിന് എന്താ? അൽഹിൻ അൽഹീൻ, നൗ. ഓക്കെ. അപ്പൊ നീ ഇപ്പോൾ ഓഫീസിലാണോ? ഓഫീസിൽ എന്നുള്ളതിന് എന്താ പറയാ? മക്തബ്. ഓക്കെ. ഇല മക്തബ്. ഇലാന്നല്ല, ഇന്ന് അറ്റ്. ഫി മക്തബ്. അപ്പൊ നീ ഇപ്പൊ ഓഫീസിലാണോ ഒന്ന് പറഞ്ഞു നോക്കി.
انت الحين في مكتب. അല്ലെങ്കിൽ ഫിൽ മക്തബ്, അല്ലെങ്കിൽ മൗജൂദ് ഉപയോഗിക്കട്ടോ. അനത്ത മൗജൂദ് ഫിൽ മക്തബ്, നീ ഇപ്പൊ آه. ഓഫീസിലുണ്ടോ? അത് ഉപയോഗിക്കലില്ലേ മൗജൂദ് എന്നുള്ളത്? موجود ആ يا എനിക്ക് മൗജൂദ് ഫിൽ മക്തബ്, നീ ഓഫീസിലുണ്ടോ? ആ ഞാൻ ഇപ്പൊ ഓഫീസിലുണ്ട്. എങ്ങനെ പറയാ? അതെ, ഞാനിപ്പോ ഓഫീസിലുണ്ട്. അതെ, موجود. അയവ موجود. അയവ, ഞാൻ ഇപ്പോൾ موجود ഓഫീസിൽ. أنا في المكتب. അയവ അന മൗജൂദ് ഫിൽ മക്തബ് അൽഹീൻ. അന മൗജൂദ് ഫിൽ മക്തബ് അൽഹീൻ, ഞാൻ ഇപ്പോ ഓഫീസിലുണ്ട്. ഞാനിപ്പോ ഓഫീസിലില്ല. എങ്ങനെ പറയാ? മൂ അല്ലെങ്കിൽ മൂഷ്, മൂ ഓർ മൂഷ്. മൂഷ് അന മൂ മൗജൂദ് ഫിൽ മക്തബ്, ഞാൻ ഓഫീസിലില്ല കേട്ടോ. أنا മൂ مو മൗജൂദ് അല്ലഹീൻ ഫിൽ മക്തബ്, ഞാനിപ്പോ ഓഫീസിലില്ല. أنا مو موجود في مكتب. ഓക്കെ, ഞാനിപ്പോ വീട്ടിലില്ല. أنا مو موجود في بيت. അന മൂ മൗജൂദ് ഫി ബൈത്ത്, ഞാനിപ്പോ കമ്പനിയിലില്ല. أنا مو موجود في شركة. അന മൂ മൗജൂദ് ഫി ശരിക്ക, ഞാനിപ്പോ കമ്പനിയില്ല. ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ നീ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി എന്താണ് ചോദിക്കാം? നീ ഇപ്പോ ഓഫീസിലുണ്ടോ? موجود. ആ, في موجود موجود في مكتب. ആര്? നീ ഇനിയിപ്പോ ഓഫീസിലുണ്ടോ? أنت موجود في مكتب. എന്റെ മൗജൂദ് ഫി മക്തബിൽ ഹീൻ, ഇപ്പൊ ഓഫീസിലുണ്ടോ? അപ്പൊ ഞാനിപ്പോ ഓഫീസിലില്ല, ഞാൻ പുറത്താണ്. أنت موجود ما أنت موجود مو مكتب الحين. ഞാൻ ഇപ്പോൾ ഓഫീസിലില്ല. ഞാൻ ഇപ്പോൾ ഓഫീസിലില്ല. أنا ما موجود. أنا ما موجود في مكتب الحين. അയ്യോ, അന മൂ മൗജൂദ് ഫിൽ മക്തബ് അൽ ഹീൻ, അന മൂ മൗജൂദ് ഫിൽ മക്തബ് അൽ ഹീൻ, ഞാൻ ഇപ്പോ ഓഫീസിലില്ല. അടുത്തത് അടുത്തത്. ഞാൻ അടുത്ത പോകും. കണ്ടു, കാണുക. കാണുക എന്നുള്ളത് എന്താ? شوف. ഷോ. അപ്പൊ ഞാൻ കണ്ടു എന്നിങ്ങനെ പറയാം? أنا شفت. അന ഷുഫ്ത്, ഞാൻ കണ്ടില്ല. أنا ما شفت. ആ, നീ കണ്ടോ? أنت شفت. നീ ഡോക്ടറെ കണ്ടോ? أنت شفت دكتورة. انت شفت دكتور، انت شفت دكتور. നീ ഡോക്ടറെ കണ്ടോ? انت شفت دكتور, നീ ഡോക്ടറെ കണ്ടോ? ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മരുന്നിന് എന്താ പറയാ? മരുന്നിനറിയില്ല. നിങ്ങൾ ഓപ്റ്റോമെട്രിസ്റ്റ് അല്ലേ? ആ ആ ദവ, ദവ എന്ന് പറഞ്ഞാല് ദവ, എന്താ മെഡിസിൻ, ദവ. അപ്പം ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ പറയാം? ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത്തെ വേർബ് നോക്കി നോക്കി. ബ്രിങ്. ജീപ്പ്. ജി, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അന ജിപ്ത് ദവ. അനജിപ്ത് ദവ, അനജിപ്ത് ദവ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അനജിപ്ത് ദവ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല. അന മാ ജിപ് ദവ. അന മാജിബ് ദവ, അന മാജിബ് ദവ, ഞാൻ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല. നീ പഴയ മരുന്ന് കൊണ്ടുവന്നോ? നീ പഴയ മരുന്ന് കൊണ്ടുവന്നോ? പഴയതിനെന്താ പുതിയത് ജദീദ്, പഴയത് എന്തായിരുന്നു? ഗദീം, ഗദീം, ഗദീം. ജദീദ്, ഗദീം, അത് പോയി മനസ്സിലായി വേണം കേട്ടോ. ഗദീം, ജദീദ്, ജദീദ്. ജദീദ് പറഞ്ഞാല് പുതിയത്. ഗദീം പറഞ്ഞാല് പഴയത്. ജദീദ്, ന്യൂ. അപ്പൊ നീ പഴയ മരുന്ന് കൊണ്ടുവന്നോ? എങ്ങനെ ചോദിക്ക? ഗദീം, ഓൾഡ്. ഒന്ന് പറഞ്ഞു നോക്കി. നീ പഴയ മരുന്ന് കൊണ്ടുവന്നോ? انت جبت. انت دوا. انت جبت دوا. കറക്റ്റ്. പഴയത് അതൊക്കെയാണ്. قديم. انت انت جبت دوا قديم. ايوه انت جبت دواء قديم، انت جبت دواء قديم.
ഇല്ല, ഞാൻ പഴയ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പഴയ മരുന്ന് لما കൊണ്ടുവന്നിട്ടില്ല. جبت لما جبت انت دواء قديم. മാജിബ് ദവാഗദീം, മാജിബ് ദവാഗദീം, ഞാൻ പഴയ മരുന്ന് കൊണ്ടുവന്നിട്ടില്ല. എവിടെ നിന്റെ പുതിയ മരുന്ന്? എവിടെ നിന്റെ പുതിയ മരുന്ന്? وين إن وين انت جديد دواء. ഇൻതാന്ന് വേണ്ട, നിന്റെ നാവുമ്പം നിന്റെ പുതിയ മരുന്ന്. നിന്റെ പേരെന്താന്ന് ചോദിക്കാം. اسمه اسمك. ഇസ്മക്, ഇസ്മക്, നിന്റെ പേര്. مم. അപ്പം നിന്റെ മരുന്ന് എന്നല്ല എന്താ പറയാ? مم. എന്താ മരുന്നിന് എന്താ പറയാ? മരുന്ന് അയച്ചു നോക്കി. دواء ദവ. دواء അപ്പൊ നിന്റെ പുതിയ മരുന്ന് എന്നല്ല എന്താ? دواك ദവ. دواك. ദവാക്ക്, 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 നിന്റെ മരുന്ന്. ഓക്കെ, അപ്പൊ എവിടെ നിന്റെ പുതിയ മരുന്ന് എന്ന് അങ്ങനെ ചോദിക്കാം. وين دواك جديد. അയ്യോ, കറക്റ്റ്. വേൻ ദവാക്ക് ജദീദ്, എവിടെ നിന്റെ പുതിയ മരുന്ന്? അത് ഞാൻ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. എങ്ങനെ പറയാം? ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. لا جبت ഏ ما جبت മാജിബ്, വീട്ടിൽ നിന്ന്. ഫ്രം എന്നുള്ളത് എന്താ? from من. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല. بيت. ഒന്ന് കൂട്ടി പറഞ്ഞാണി. ما جبت من في بيت. അവിടെ ഫീ വേണ്ട. ഫീ എന്നുള്ളത് ഇല്ലല്ല, ഇനി രണ്ട് രണ്ട് പ്രിപ്പോസ് അടുത്ത് വരില്ലല്ലോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുമ്പോ വരൂല. ഇല്ല, അവിടെ ഇൽ നിന്നുള്ളതിനാണ്. ഫ്രം എന്നുള്ളത് ഇൽ നിന്നല്ലേ? ഫ്രം ഉം, ഉം. നമ്മളെ വീട്ടിലെ ഇന്ത്യയിൽ നിന്ന്. മിനൽ ഹിന്ദ്. മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം, ഇൽ നിന്നല്ലേ? അവിടെ ഉം. ഫീ സെപ്പറേറ്റ് കൊടുക്കണ്ട. എന്ന് പറഞ്ഞു. ما جبت ആ ما جبت من دواء من بيت. أنا ما جبت من بيت. أنا ما جبت من بيت. ഞാൻ വീട്ടിൽ നിന്ന് വെറുതെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, കറക്റ്റ്. എവിടെ എവിടെ നിന്റെ പഴയ കണ്ണട? എവിടെ നിന്റെ പഴയ കണ്ണട? എവിടെ? കണ്ണടക്ക് എന്താ പറയാ? نظارة. നല്ലാറ. അയ്യോ, വെയിൻ. പഴയ കണ്ണടട്ടെ ഞാൻ ചോദിക്കാം. وي. ആ നിന്റെ കണ്ണട എന്നാട്ടോ. അപ്പൊ അവിടെ അത് ശ്രദ്ധിക്കണം. ഡാൻസിങ് വേർഡ് നിന്റെ എന്ന് വരുമ്പോ وين نظارك. ശരിയാണ്, പറഞ്ഞോളി. തെറ്റ്. وين نظارك قديم. അയ്യോ, വെയിൻ അള്ളാറ ജദീദ്. എവിടെ നിന്റെ പഴയ കണ്ണട? وين نظارك قديم. കറക്റ്റ്. വെയിൻ അള്ളാറ ഗദീം, എവിടെ നിന്റെ പഴയ കണ്ണട? അത് വീട്ടിലാണ്. അത് ഇപ്പൊ വീട്ടിലാണുള്ളത്. ഞാൻ അത് കൊണ്ടുവന്നില്ല. هذا بيت هذا بيت مو جيب. അതിപ്പോ വീട്ടിലാ ഉള്ളത്. ഞാനിപ്പോ വീട്ടിലുള്ളത് എങ്ങനെ പറയാം? ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അന്ന മൗജൂദ് ഫിൽ ബൈത്ത് എന്നല്ലേ? അപ്പം മരുന്ന് ഇപ്പൊ വീട്ടിലാ ഉള്ളത് എങ്ങനെ അറിയാം? أنا موجود في بيت. അന്ന മൗജൂദ് ഫി ബൈത്ത്. അത് ഓക്കെ. അന്ന മൗജൂദ് ഫി ബൈത്ത്, ഞാനിപ്പോ വീട്ടിലാണ്. മരുന്ന് ഇപ്പൊ വീട്ടിലാണ്. ഞാൻ എടുത്ത സ്ഥാനത്ത് മരുന്നാക്കി. മരുന്ന് ഇപ്പൊ വീട്ടിലാണുള്ളത്, ഞാൻ കൊണ്ടുവന്നില്ല. دواء موجود في بيت. അയ്യോ, ദവാ മൗജൂദ് ഫി. കറക്റ്റ്. ദവാ മൗജൂദ് ഫി ബൈത്ത്, ഞാൻ അത് കൊണ്ടുവന്നില്ല. دواء موجود في بيت. ആ, ما جبت. أنا മാജിബ്. ما جبت. അന മാജിബ്. അടിപൊളി. മാജിബ്, മാജിബ്. നമ്മള് ഒരു കസ്റ്റമർ നമ്മളുടെ ഇതിലേക്ക് കയറി വരുമ്പോ നമ്മൾ അവരെങ്ങനെ സ്വീകരിക്കേണ്ടത്? السلام عليكم. كيف حالك. ആ, شو أخبارك. شلونك. طيبين أنتم. عساكم بخير. ആ, الله يسلمك العافية. ആ, الله يعينك. الله يؤتيك. ഇതില് الله ഇതില് രണ്ട് കാര്യങ്ങൾ ശരിക്കും പഠിക്കണം. കൈഫ് ഹാലക് ഷുഖ്ബാറക്. അസ്സലാമു അലൈക്കും കൈഫ് ഹാലക് ഷുഖ്ബാറക്. അത് മാത്രം. അതിനുശേഷം അല്ലാഹ് യഹ്ഫളക്. അത് മാത്രം പഠിച്ചത്. അത് ഇങ്ങനെ സ്പീഡിൽ തന്നെ പറയട്ടോ. കൈഫ് ഹാലക് ഷുഖ്ബാറക് അല്ലാഹ് യഹ്ഫളക്. അതങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. ഒന്ന് പറഞ്ഞു നോക്കി. كيف حالك. شو أخبارك. الله يحفظك. അല്ലാഹ് യഹ്ഫളക്. നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പദം ഏതാണ്? അല്ലാഹ് യഹ്ഫളക് എന്നാണ്? അല്ലാഹ് യഈനക് എന്നാണോ?
ഈ കസ്റ്റമറൊക്കെ നിങ്ങളെ ക്ലയൻസ് ഒക്കെ വരുമ്പോ അറബികൾ വരുമ്പോ ഏതാണ് ഉപയോഗിക്കല്? ഇത് രണ്ടും നോട്ടീസ് ചെയ്തിട്ടില്ല ഞാന്. ഷഹബാറക്കാണ് ഇപ്പൊ പുതിയതായിട്ട് നോട്ടീസ് ചെയ്തത്. ആ, ഓക്കെ ഓക്കെ. അപ്പം അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് അള്ളാഹ് യഹ്ഫദക് അള്ളാഹ് യഹ്ഫദക് അത് എപ്പോഴും നമ്മൾ തിരിച്ചും അങ്ങോട്ട് പറയാൻ ശ്രമിക്കുക. അള്ളാഹ് യഹ്ഫദക്. അത് നല്ലൊരു ഉം, പ്രയോഗമാണ് അവർക്ക് ഉം, ഇഷ്ടപ്പെടാൻ വേണ്ടി. നമ്മളൊരു കസ്റ്റമർ വീട്ടിലേക്ക് കയറി അല്ല നമ്മളെ ഓഫീസിലേക്ക് കയറി വരുന്ന സമയത്ത് അവരെ വെൽക്കം ചെയ്യേണ്ടത് അതിനു മുമ്പ് സലാം പറയുന്നതിന് മുമ്പ് ഹയ്യാക്കുമുള്ള അസ്സലാം അലൈക്കും. ഹയ്യാക്കുമുള്ള എന്ന് പറഞ്ഞാല് വെൽക്കം യു ഹയ്യാക്കുമുള്ള ഒന്ന് പറഞ്ഞു നോക്കി. ഹയ്യാക്കുമുള്ള. അല്ലെങ്കിൽ ഹയ്യാക്കുമുള്ള അല്ലെങ്കിൽ എന്ത് പറയാം? അഹ്ലൻ അഹ്ലൻ വസഹ്ലൻ. അഹ്ലൻ വസഹ്ലൻ. അയ്വ അഹ്ലൻ വസഹ്ലൻ ഒന്ന് പറഞ്ഞു നോക്കി. ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹ്ലൻ. ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹ്ലൻ ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹ്ലൻ. ആ, അതുപോലെ തന്നെ വന്നോളൂ എന്നൊക്കെ പറയില്ലേ, അതിനെ ഒന്നുകൂടി ഏത് രീതിയിൽ നമ്മൾ പറയാം? വന്നോളൂ. ഫത്താൽ. ഏഹ് താൽ. താൻ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളോട് ഒരു എന്താ ഒരു റിക്വസ്റ്റ് അല്ല, അത് ജസ്റ്റ് ഓർഡർ ആണ്. താൽ വരാ, വാ വാ, താൽ താലിഹിന ഇങ്ങോട്ട് വാ, താലിഹിന ഇങ്ങോട്ട് വരൂ. പക്ഷെ നമ്മൾ ഒരു വന്നോളൂ, ത്ഫല്ലൽ ത്ഫല്ലൽ പ്ലീസ് കം എന്നുള്ളതിനാണ് ത്ഫല്ലൽ എന്ന് ഉപയോഗിക്കുന്നത്. ത്ഫല്ലൽ എങ്ങനെ? ഉം. ഫല്ലൻ. ആ, ത്ഫല്ലൽ ത്ഫല്ലൽ ഒന്ന് പറഞ്ഞു നോക്കി. ഫല്ലൻ. ആ, ഫല്ലൽ. ഫല്ലൽ എന്ന് ഉപയോഗിച്ചാലും മതി. ഫല്ലൽ ഫല്ലൽ ഫല്ലലിനേക്ക് ഏറ്റവും ഉപയോഗിക്കാം. അപ്പൊ ഫസ്റ്റ് വരുമ്പോ ഹയ്യാക്കുമുള്ള ഫല്ലൽ, ഹയ്യാക്കുമുള്ള. ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ, ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ ഫല്ലൽ വന്നോളൂ. ആ, ഒന്ന് പിന്നെ ചോദിക്കും, പിന്നെന്താ പിന്നെ ചോദിക്കാം? ഒന്ന് ഇരുന്നോളൂ എന്ന് പറയില്ലേ? ഇജ്ലിസി. ആ, ഇജ്ലിസി. ഇജ്ലിസി എന്ന് പറയുന്നതിനേക്കാൾ, ഇരിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇസ്തരി, ഒന്ന് റെസ്റ്റ് എടുത്തോളൂ. എങ്ങനെ? എന്താണ്? ഇസ്തരി ഞാൻ അയച്ചിട്ടാണ്. മുംകിൻ ഇസ്തരി മൂന്നാമത്തെ പദം. ആ, ശരി. ആ, എന്താണ്? മുംകിൻ ഇസ്തരി. ആ, മുംകിൻ ഇസ്തരി എന്ന് പറഞ്ഞാൽ എന്താ? പ്ലീസ് സിറ്റ് ഹിയർ. ആ, ഇതൊക്കെ എല്ലാം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പയറ്റാൻ ശ്രമിക്കണം. ഏതാണ് ഏറ്റവും അവർക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ ആ, ഹയ്യാക്കും ആ, ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ, ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ ഒന്ന് സ്പീഡാക്കി പറയാൻ പഠിക്കണം കേട്ടോ. ഇത് ഹയ്യാക്കുമുള്ള നമ്മൾ ആ, പിന്നെ നമ്മളെ ഒരു ലേഡീസ് ഒക്കെ ആകുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയാം. അത് പറഞ്ഞു തന്നെ ആ. പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഉം, ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ ഫല്ലൽ വന്നോളൂ വന്നോളൂ ഫല്ലൽ നമ്മള് കൈ കൊണ്ടൊക്കെ കാണിച്ചിട്ട് ആ വന്നോളൂ. പിന്നെ ഇരിക്കാൻ പറയുമ്പോൾ എസ്തരി എസ്തരി മുക്കിരി എസ്തരി ഒന്ന് ഇരിക്കോ, അല്ലെങ്കിൽ പ്ലീസ് സിറ്റ് ഹിയർ ഉം, ഇരുന്നോളൂ, പ്ലീസ് ബി സീറ്റഡ് എന്ന് പറയുന്നതിന് ഞാൻ ഉം. അതുപോലെ ഒന്ന് പറഞ്ഞാണി. ആ, ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ ആ മുംകിൻ ഇസ്തരി. ആ അതിന് മുമ്പ് വേറെ സംഗതി ഉണ്ട്. ഫ- ആ, ഫല്ലൻ. ഉം. അതെ, ഫല്ലൻ ഹയ്യാക്കുമുള്ള അഹ്ലൻ വസഹലൻ ഫല്ലൻ മുംകിൻ ഇസ്തരി ഇവിടെ ഇരുന്നോളൂ. പിന്നെ നമ്മൾ എന്താ ചോദിക്കുക? ഉം, ഷുനു താബി. ആ, ഷുനു തബി. അല്ലെങ്കിൽ യു എയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ കേട്ടത് ഷൂ എന്നാണോ ഷുനു എന്നാണോ ഏഷ് എന്നാണോ? ഷൂ ആണ്. ഷൂ അല്ലേ? ആ, അപ്പൊ ഷുനു ഒഴിവാക്കിയിട്ട് ഷൂ തബി. ഓക്കെ. ഷൂ തബി. ആ, ഷൂ തബി എന്ന് പറഞ്ഞ എന്താ വാട്ട് ഡു യു വാണ്ട് എന്നായി. കുറച്ചുകൂടി ഒന്ന് ആ, ഒന്ന് ഒരു എന്താ പറയാ, നമ്മുടെ ഒരു ലേഡി ആണെങ്കിൽ സയ്യിദ, ഉം. മാം എന്ന് വിളിക്കൂല. മാം എന്താ നിങ്ങൾക്ക് വേണ്ട? എങ്ങനെ? സയ്യിദ സയ്യിദ ആ, ഞാൻ തൊട്ട് താഴെ. ആ, 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 ആ കണ്ടു കണ്ടു. ആ അവിടെ മെയിൽ ആണെങ്കിൽ സയ്യിദ് ഷു തബിൻതും. ഉം. ഷു തബിൻതും ഇന്തും എന്ന് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാല് നിങ്ങൾ അവരെ നമ്മൾ ഒന്നുകൂടി റെസ്പെക്ട് ചെയ്യാണ്. സയ്യിദ് ഷു തബിൻതും എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഫീമെയിൽ ആണ് സയ്യിദ ഷു തബിൻതും ഒന്ന് പറഞ്ഞു നോക്കി. ഉം. സയ്യിദ് ഷൂ തബി ഇൻതും. അയവ കറക്റ്റ്. സയ്യിദ ഷൂ തബി ഇൻതും. അയവ കറക്റ്റ്. ആ, അപ്പം എനിക്ക് എനിക്ക് ഒരു ഫ്രെയിം വേണം, അല്ലെങ്കിൽ എനിക്കൊരു കണ്ണട വേണം എന്നെങ്ങനെ പറയാം? കണ്ണടക്ക് എന്താ പറയാ? സ്പെക്ക്. നലാറ. ആ, നലാറ. എനിക്ക് വേണം എന്നുള്ളതിന് എന്താ അവർ ഉപയോഗിക്കല്? ഒരീദ് എന്നാണോ അനബി എന്നാണോ? ഉരീദ് ഉരീദ്. അരീദ് അനരീദ് അത് കൊടുക്കാം. അപ്പൊ രീത് അവിടെ നിങ്ങൾ അനരീദ് നലാറ.
ആ ഉരീദ്. അപ്പം നിങ്ങൾ ഉരീദാണ് ഉപയോഗിക്കൽ വാണ്ട് എന്താ വേണ്ടതെന്നുള്ളത്. ഷു തബി എന്നുള്ളതിന് പകരം ഷു തുരീദ് എന്ന് ഉപയോഗിക്കലുണ്ടോ? ഷു തുരീദ്. ഷോ തെരീബ്. ആ ഷു തുരീദ് അല്ല ഉപയോഗിക്കല്. ആ ഷോ തെരീബ്. ആ ഷു തുരീദ്. കാരണം ചില യു എന്റെ ചില ഭാഗത്ത് ഷു തബി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തബി എന്ന് കൊടുത്തത്. അപ്പൊ നിങ്ങൾ ആ തുരീദ് എന്നാണെങ്കിൽ ഷു തുരീദ് സയ്യിദ് എന്തും എന്തും സയ്യിദ് ഷു തുരീദ് എന്തും എന്താ നിങ്ങൾക്ക് വേണ്ടത്, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാട്ടോ. ഓക്കെ. അത് നിങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് ഏതാ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ എനിക്ക് കന്നഡ വേണം എന്നെങ്ങനെ പറയാം? അന ഉരീത് നല്ലാറ. അനരീത് നന്നാറ, അനരീത് നന്നാറ. എനിക്കൊരു ഫ്രെയിം വേണം, എനിക്കൊരു പുതിയ ഫ്രെയിം വേണം. അന ഉരീത് ഇത്താർ. അന ഉദീർ ഇത്താർ ജദീദ്. കറക്റ്റ്. എനിക്ക് ഗ്ലാസ് വേണം. അന ഉരീത് അന ഉരീത് ആ ജാമ ജദീദ്. ആ, ജാമ ജദീദ് അല്ലെങ്കിൽ അദ്സ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അദ്സ. അക്സ ജാമ ആണ് കേട്ടിട്ടുള്ളത്. ഓക്കെ ഓക്കെ. അനരീത് ജാമ ജദീദ്, അനരീത് ജാമ ജദീദ്. എനിക്ക് പുതിയൊരു ഗ്ലാസ് വേണം. ഓക്കെ. പിന്നെന്താ ഉപയോഗിക്കല്? ലെൻസിനോ? ആ ഈ ഒരു വേർഡേ കേട്ടിട്ടുള്ളൂ, ജാമ എന്നുള്ള. ആ ജാമ. ഓക്കെ ഓക്കെ, ജാമ ജാമ. ഇനി കോമൺ ആയിട്ട് ആവശ്യം വരുന്നത് ഏതൊക്കെ? പിന്നെ മെഡിസിൻ കഴിക്കുന്നുണ്ടോന്ന് അങ്ങനെ ചോദിക്കാം. എന്ത തനാവൽ. തനാവൽ എന്ന് പറഞ്ഞാല് കഴിക്കുക എന്ന്, ടു ടേക്ക്. തനാവൽ എന്ന് പറഞ്ഞാൽ ടേക്ക്, ടേക്ക്. അപ്പം ഉം. മെഡിസിൻ കഴിക്കുന്നതോ? തനാവൽ ദവ ഒന്ന് പറഞ്ഞു നോക്കി. ഇൻത തനാവൽ ദവ. തനാവൽ ദവ, മരുന്ന് കഴിക്കുന്നുണ്ടോ? അല്ല, മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ? ഏതെങ്കിലും മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടോ? തനാവൽ ദവ മുസ്തമിർ. മുസ്തമിർ ഇൻത തന ഉസ്തമിർ. ഉസ്തമിർ എന്ന് വെച്ചാല് സ്ഥിരമായിട്ട്, കണ്ടിന്യൂസ്. സ്ഥിരമായിട്ട്. ഇൻത തനാവൽ ദവ ഉസ്തമിർ. മുസ്തമിർ മുസ്തമിർ. മുസ്തമിർ. ഉം. ഓക്കെ. ഇൻത തനാവൽ ദവ മുസ്തമിർ. തനാ അല്ലെങ്കിൽ മുസ്തമിർ എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ആദി, അല്ലെങ്കിൽ ദായിമൻ, ഏതും ഉപയോഗിക്കാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത്? ദായിമൻ. എന്ത് തനാവൽ ദവ ദായിമൻ. നിങ്ങൾ ഏതെങ്കിലും എന്നല്ല, ഏതെങ്കിലും. ഐദവ, ഐദവ, അയ്യദവ. ഐദവ. എന്ത് തനാവൽ ദവ മുസ്തമിർ ഐദവ, ഐദവ ഏതെങ്കിലും, ഐദവ, ഉം. ഐദവ, ഐദവ ഏതെങ്കിലും. എനിവൺ. ഐദവ. എന്ത് തനാവൽ ദവ മുസ്തമിർ ഐദവ. ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഉം. മരുന്ന് കഴിക്കുന്നില്ല എന്നെങ്ങനെ പറയാം? അന്ന ഒന്ന് അന പറഞ്ഞു. അനമ അനമ ആ അക്കൽ ദവ. ആ, അക്കിൽ എന്ന് പറഞ്ഞാല് ഭക്ഷിക്കുക എന്നാണ്. അക്കൽ അക്കൽ ഇവിടെ തനാവൽ അക്കൽ എന്ന് ദവ. ഉപയോഗിക്കും. തനാവൽ എന്ന് ആ ഉപയോഗിക്കും. അനം മാ തനാവൽ. അപ്പൊ തനാവലിന്റെ കറക്റ്റ് മീനിങ് എന്താ വരാ? തനാവൽ എടുക്കുക എന്നുള്ള അല്ലേ? അല്ല, ആ ടേക്ക് അല്ല. ടേക്ക് മെഡിസിൻ, മരുന്ന് എന്താ പറയാ, ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്താ പറയുക, ആ ടേക്ക് എന്നല്ല. നമ്മൾ മരുന്ന് പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞ, നമ്മൾ മരുന്ന് ഉപയോഗിക്കലുണ്ടോ എന്ന് ചോദിക്കൽ അങ്ങനല്ലേ? ഡു യു ആ ടേക്ക്. ആ ആ അത് വെച്ചിട്ട് പറഞ്ഞതാണ്. ഉപയോഗിക്കുക എന്നുള്ളതാണ് കേട്ടോ. ആ യൂസ്. ആ അപ്പം ഞാൻ മരുന്ന് കഴിക്കാറില്ല എന്നുള്ളതിന് അല്ല മാത്തനാവൽ ദവ. തനാവൽ ദവ. ഓക്കെ. മാത്തനാവൽ. ദവ. ഓക്കെ, മാത്തനാവൽ ദവ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പം ഇനി ഇന്ന് പഠിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കി. ആകെ കൺഫ്യൂഷൻ ആവും പിന്നെ. ഉം, എവിടുന്ന റൂപ്പ് മുതലാ? ആ ആ വേർബ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്താലും മതി. നമ്മൾ അവസാനം അവർ ചോദിക്കൂലേ, എന്താ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കല്? ഡിസ്കൗണ്ട് ഉണ്ടോ? ഫീ മൗജൂദ്. ഫീ മൗജൂദ്. ഡിസ്കൗണ്ടിന് എന്താ പറയാ? ഖഫൽ, ഖഫൽ. അല്ലെങ്കിൽ കഫൽ. അർൽ ഖാസ്. അർൽ ഖാസ് എന്ന് പറയും. സ്പെഷ്യൽ ഓഫർ. സ്പെഷ്യൽ ഓഫർ. ഫി ഫി അർൽ സ്പെഷ്യൽ ഓഫർ ഉണ്ടോ? അല്ലെങ്കിൽ ഫി അർൽ ഖാസ് സ്പെഷ്യൽ ഓഫർ ഉണ്ടോ?
അല്ലെങ്കിൽ ഹഫൽ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് മുംകിൻ സവ്വി ഹഫൽ ഡിസ്കൗണ്ട് ആക്കി തരീന്ന് പറയും. അങ്ങനെ ആ പറയലുണ്ടോ? സവ്വി ഹഫൽ. ആ സെബി കേട്ടിട്ടുണ്ട്. ആ സവ്വി എന്ന് പറഞ്ഞാല് ഡു എന്നാണ്. ഡു. അപ്പൊ ഉം. നീ എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? ഏഷ് തു സവ്വി. ഏഷ് തു സവ്വി, നീ എന്താ ചെയ്യുന്നത്? ഏഷ് തു സവ്വി, എന്ത് ചെയ്യുന്നു? സവ്വി ഹഫൽ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ആ ആ സൗണ്ട് ഉണ്ടോ? അതെ. സവ്വി ഹഫൽ, സവ്വി ഹഫൽ. ഓക്കെ. നീ ആ വേർബ് ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് നോക്കി. ഇതില് ഈ വേർബ് അടുത്ത ക്ലാസ്സിൽ ഒന്നും ബൈഹാർട്ട് ആക്കണുണ്ടോ? കാരണം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ആ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനക്കെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഗിൽത്ത്, ഞാൻ മാനേജർ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഗിൽത്ത് മുദീർ, ഞാൻ എത്തിയിട്ടുണ്ട്, എന്നെ വസൽത്ത്, ഞാൻ നൽകി, ഞാൻ ഉം. ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്നെ അത്തൈത്ത് ഫുലൂസ്, ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, എന്നെ അത്തൈത്ത് ഫുലൂസ്. അതിലേതെങ്കിലും ഒന്ന് കോൺജുഗേറ്റ് ചെയ്ത് നോക്കി. ഏതാ കിട്ടാത്ത ഏതെങ്കിലും? അനത്ത അക്കർ تأخرت. ഞാൻ വൈ- ഞാൻ ഡിലേ ആയിട്ടുണ്ട്. أنا تأخرت اليوم. ഞാൻ ഇന്ന് ഡിലേ ആയിട്ടുണ്ട്. أنا تأخرت اليوم. ഞാൻ ഇന്ന് ഡിലേ ആയിട്ടുണ്ട്. أنا ما تأخرت اليوم. ഞാൻ ഇന്ന് ഡിലേ ആയിട്ടില്ല. അനത്തഹർ അനത്തഹ തഅക്കർത അൽയൗം. تأخرت اليوم. തഅക്കർത അൽയൗം, ഞാൻ ഇന്ന് ആ. ഡിലേ ആയിട്ടുണ്ട്. അനമാ തഅക്കർത അൽയൗം, ഞാൻ ഇന്ന് ഡിലേ ആയിട്ടില്ല. നീ ഇന്ന് ഡിലേ ആയോ എന്നങ്ങനെ ചോദിക്കാം. നീ ഇന്ന് ഡിലേ ആയോ? നീ ഇന്ന് ഡിലേ ആയോ? انت. ഹലോ. ഇത് ആ ഒരു മിനിറ്റ്. ആ ആലോചിക്കണം. ഓക്കെ ഓക്കെ. താ ടെക്നിക്ക്, താത്തു ടെക്നിക്കിൽ താ. ആ ആ ഇന്ത വസ്വൽ ഇന്ത വസ്വൽ അൽയൗം. വസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, വസ്വൽ റീച്ച്. ഉം. ഇന്ത തഅക്കർത അൽയൗം. انت تأخرت اليوم. انت تأخرت اليوم. നീ ഇന്ന് വൈകിയോ? ഇല്ലടാ, ഞാൻ ഇന്ന് വൈകില്ല ഇങ്ങനെ പറയാം. ലമാ തഅക്കർത അൽയൗം. انا ما تأخرت اليوم. ما تأخرت اليوم. ഞാൻ ഇന്ന് വൈകിട്ടില്ല. അടിപൊളി. انا ما تأخرت اليوم. ഞാൻ ഇന്ന് വൈകിട്ടില്ല. ഓക്കെ. ഈ വേർബ്സ് ഒക്കെ ഓക്കെ ആയില്ലേ? ഇത് ഓക്കെയാണ്. ഓക്കെ. ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ പിന്നെ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്ഥാപനത്തിൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. യൂസ് ചെയ്യാം. അല്ല, എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ വരുമ്പോൾ ചോദ്യം ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വോയിസ് അയച്ചാൽ മതി. ഞാൻ റീപ്ലൈ തരാം കേട്ടോ. ആ അപ്പം ആ എനിക്കും ഓർമ്മ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആ ഓക്കെ ഇൻഷാല്ലാ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നാളെ നാളെ ഈ സമയത്ത് തന്നെ ഉണ്ടാവും അല്ലേ? ഈ സമയത്ത് തന്നെ. നിങ്ങൾ ഫ്രീ ആവുന്ന സമയത്ത് ഏതായാലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. ആ സമയത്ത് ലൈവിൽ ഇരിക്കാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. ഇലല്ലിക മഅസ്സലാമ. എന്താ ഒരു മിനിറ്റ്. ആ മാസലാം പറഞ്ഞാല് അസ്സലാം വലൈക്കും അല്ലേ? അല്ല, ബൈ ബൈ. ഇലല്ലിക എന്നാൽ ബൈ ബൈ, മഅസ്സലാമ ആണ്. അല്ല, മഅസ്സലാമ ബൈ ബൈ, ഇലല്ലിക എന്ന് പറഞ്ഞാൽ see you soon. മഅസ്സലാമ ഇലല്ലിക. എങ്ങനെ മാസലാം എന്ന് പറഞ്ഞാല് ബൈ ബൈ, പിന്നെ ഇലല്ലിക എന്ന് പറഞ്ഞാൽ see you soon. വീണ്ടും കാണാട്ടോ. ഇലല്ലിക. ഇലല്ലിക. ഇലല്ലിക്ക. ഇലല്ലിക ഞാൻ ടൈപ്പ് ചെയ്യാം. ഡയബറ്റിക്കിന് എന്താ പറയാ? ഏത്? ഷുഗർ ഡയബറ്റിക് ഉണ്ടോ അങ്ങനെ ചോദിക്കൂലെ? ഡയബറ്റിന് സുക്കരി എന്നാണ്. എന്തൊക്കെ മറൽ സുക്കരി, മറൽ സുക്കരി. ഞാൻ അത് ടൈപ്പ് ചെയ്തത്. ഷുഗറിന് എന്താ പറയാ? സുക്കർ എന്നാ പറയാ. നമ്മള് ഏത് ഷുഗർ? നമ്മളെ സാൾട്ട് ഷുഗർ, അതാണ് കഴിക്കുന്ന ഷുഗർ. സുക്കർ. നിങ്ങൾ എന്തൊക്കെ മറൽ സുക്കരി എന്നാ ചോദിക്കാം, അഥവാ ഡയബറ്റിക് ഉണ്ടോ. മരീൽ എന്ന് പറഞ്ഞാൽ രോഗി. മരീൽ രോഗി. മറൽ മരീദ.
മരിയിൽ മരിയില്ല, മറ്റേതല്ല മുമരിൽ മുമരില്ല വേറെ കേട്ടോ. ഉം. മുമരിൽ മുമരില്ല എന്ന് അത് പറഞ്ഞാൽ സൂപ്പർവൈസറും. അല്ല, നേഴ്സ് നേഴ്സ്. മരി നേഴ്സ്. മരിയിൽ രോഗി, പേഷ്യന്റ്. മറൽ എന്നാവുമ്പോ രോഗം, മറൽ എന്നാവുമ്പോ രോഗം. ഇൽനെസ് അല്ലേ, ഇൽനെസ് ഇത്. ഇൽനെസ്. അപ്പം മറൽ മറൽ സുക്കരി, മറൽ സുക്കരി എന്ന് പറഞ്ഞാൽ ഷുഗർ, ഡയബറ്റിക്. സുക്കരി. ഡയബറ്റിക്. انت مريض سكري، നീ ഡയബറ്റിക് പേഷ്യന്റ് ആണോ? അടുത്തത് എന്താ? ഹലോ. ഈ ഡയബറ്റിക്, നമ്മൾ മരീദ് സുക്കരി എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആണോ എന്നല്ല ചോദിക്കുന്നത്. ആ, നീ ഡയബറ്റിക് പേഷ്യന്റ് ആണോ? ഓക്കെ. ഓക്കെ. ഡയബറ്റിക് انت مريض سكري. അത് സുക്കരി എന്നല്ല അവിടെ ഉപയോഗിക്കല്. ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല അത്. ഓക്കെ. നമ്മള് ചോദിക്കുന്നതായോണ്ടേ ഇംഗ്ലീഷിലാണ് ചോദിക്കാറ്. ഓക്കെ 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 ഓക്കെ. അടുത്തത്. അത് ചില സമയത്ത് ഓർമ്മ വരും, അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഓർമ്മ വരുന്ന സമയത്ത് വോയിസ് റെക്കോർഡാക്കി അയച്ചാലും മതി. അപ്പൊ ആ സമയത്താവുമ്പോൾ നമുക്ക് മനസ്സിലാവാമല്ലോ ഇങ്ങനെയാണ് പിന്നെ ചോദിക്കണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ മതി. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഇത് മൊത്തത്തിൽ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോ? മനസ്സിലാകാൻ തുടങ്ങിയോ? ഒരു കോൺഫിഡന്റ് ഒക്കെ കിട്ടിയോ? വല്ലാണ്ടൊന്നും ആയിട്ടില്ല, എന്നാലും അല്ല, ചെറുതായിട്ട്. ചെറുതായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളിപ്പം ഇതാണോ നല്ലത് ഇതാണോ നല്ലത് ചോദിക്കൂലേ, അതെങ്ങനെ ചോദിക്കാം? هذا حسن هذا أحسن لك ولا هذا أحسن. ഞാൻ അതിന്റെ ഒരു ചാർട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനിതിലും ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ മതി. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഒരു ഫ്രീ ഉള്ള സമയത്ത് നോക്കിയാൽ മതി. ഞാൻ അയച്ചു തന്നൊക്കെ കണ്ടാ ഏറ്റവും ലാസ്റ്റ് അത് അഹ്സൻ ലക്കും കണ്ടാ. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇറ്റ്സ് ഗുഡ് ഫോർ യു, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ ചില ലെൻസ് ഇടുമ്പോൾ ഇതാണോ ബെറ്റർ ആയിട്ടുള്ളത് അതോ ഇതാണോ ബെറ്റർ ആയിട്ട്, രണ്ട് ലെൻസ് കമ്പയർ ചെയ്യുമല്ലോ. അങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഇങ്ങനെ ഹാദ അഹ്സൻ ലക് വല്ല, വല്ല എന്ന് പറഞ്ഞാൽ ഓർ, ഔ അല്ലെങ്കിൽ വല്ല. ഔ എന്ന് പറഞ്ഞാൽ ഹാദ അഹ്സൻ ലക് ഔ ഹാദ അഹ്സൻ ലക്, ഇതോ ഇതോ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. ഇതോ ഇതൊന്നും അതെ, ഔ എന്നാ കൊടുക്കണ്ട കേട്ടോ, ഓർ എന്നുള്ളതിന്. ഓക്കെ. അത് ഞാൻ അയച്ചെന്ന് ജസ്റ്റ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കി വന്നാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. എല്ലാ സംഗതികളും ബ്രാൻഡഡ് ആണോ, ഇതാണോ, ഇങ്ങനെ ലെങ്ത്, ദൂരക്കാഴ്ചയാണോ, അടുത്താണോ, തത്തദ്ദുമി പ്രോഗ്രസീവ്, അതൊക്കെ ഇതിലുണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കിയോ. ഓക്കെ, ഇൻഷാല്ലാ. മഅസ്സലാമ. ശുക്രൻ. ശുക്രൻ എന്ന് പറയുമ്പോ അഫ്വൻ. നമ്മള് ശുക്രൻ എന്ന് പറയുമ്പോൾ അഫ്വൻ എന്ന് പറഞ്ഞ വെൽക്കം എന്നുള്ളതിനാണ് അഫ്വൻ. ശുക്രൻ എന്ന് പറയുമ്പോൾ അഫ്വൻ. അഫ്വൻ, വെൽക്കം, ശുക്രൻ. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. മഅസ്സലാമ.